ലെനിറ്റി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കുന്നിക്കോട് APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 2ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. വാർത്ത വിശദമായി. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നിക്കോട് APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 2ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കൊല്ലം റൂറൽ പോലീസ് ചീഫ് KM സാബു മാത്യു IPS ഉദ്ഘാടന കർമ്മം നടത്തി സല്യൂട്ട് സ്വീകരിച്ചു. മാത്രമല്ല, പോലീസിന്റെ സ്ഥാനം പല വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ്. അത് വളരെ അഭിമാനത്തോടുകൂടി തന്നെ കേരള സമൂഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പല പ്രമാദമായ കേസുകൾ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രാഗൽഭ്യം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വളരെ വിരളമായ കേസുകൾ മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതിരുന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ക്രമസമാധാന പരിപാലന രംഗത്ത് വളരെയധികം നാം മുമ്പോട്ട് പോയിട്ടുണ്ട്. സൈബർ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിലാണെങ്കിലും നൂതന ആശയങ്ങൾ പോലീസിൽ നടപ്പാക്കുന്ന കാര്യഘട്ടത്തിലാണെങ്കിലും ഇന്റർനെറ്റിൻ്റെ ഉപയോഗം പോലീസിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഈവൻ ഡ്രോൺസ് ഫോറൻസിക് വരെ നമ്മുടെ കേരള പോലീസിലുണ്ട്. ഇത് നോക്കുമ്പോൾ മറ്റു ഇന്ത്യൻ സംസ്ഥാനത്തെ അപേക്ഷിച്ച് നമ്മുടെ കേരളം വളരെ മുമ്പിലാണ്. കേരള പോലീസ് വളരെ മുമ്പിലാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പ്രതിജ്ഞ എടുത്ത പോലെ ഉത്തമ പൗരന്മാരാകുക എന്നുള്ളതാണ്. ഞങ്ങളെയൊക്കെ ഒരു മാറ്റിവിടും. തുടർന്ന് നിങ്ങളാണ് ഈ കേരളത്തിൻ്റെ എല്ലാം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കേണ്ടത്. ഈവൻ വേറെ രീതിയിൽ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, ലെജിസ്ലേച്ചർ 3 പില്ലറുകളെ, ജനാധിപത്യത്തിൻ്റെ 3 പില്ലറുകളെ മുമ്പോട്ട് താങ്ങി നിർത്തേണ്ടത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്. ഇവിടെ വേണ്ടത് നമ്മുടെ പ്രതിജ്ഞ ചെയ്തതുപോലെ ഉത്തമ പൗരന്മാരായി വളരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഉത്തമ പൗരന്മാരായിട്ട് വളരണമെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡിസിപ്ലിനാണ് അത്യാവശ്യം. ഇപ്പോൾ ഈ പരേഡ് ഗ്രൗണ്ടിൽ നിങ്ങൾ കാണിച്ച ഈ ഒരു അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും പരേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ മൂവ്മെന്റും മുമ്പിൽ നിൽക്കുന്നവരുടെ മൂവ്മെന്റും വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചൂടുവയ്പ് വെച്ചാൽ മാത്രമേ പരേഡ് വളരെ വ്യക്തമായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. അതുതന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അടുത്തുള്ളവരും മറ്റുള്ളവരായി ക്രോഡീകരിച്ച് ഏകീകരിച്ച് മുമ്പോട്ട് അച്ചടക്കത്തോടെ മുമ്പോട്ട് പോയാൽ മാത്രമേ രാഷ്ട്രം വളരെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, സ്വാതന്ത്ര്യമായിട്ടുള്ള 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ വേഗം ലോകത്തിന്റെ നിറയിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. ഈ രാജ്യം വികസിക്കുന്നത് വളരെ അസൂയുള്ള മറ്റു രാജ്യങ്ങൾ കാണുന്നത്. നമുക്കറിയാം, നമുക്ക് കുറേ ശത്രു രാജ്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും അല്ലാതെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളായിട്ട് നമുക്കുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാരതത്തെ എങ്ങനെ താർക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അത് അവരെ താർക്കാൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റും നമ്മുടെ ഇന്ത്യയിൽ കാണിച്ച ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു പോളിസി തന്നെയാണ്. അത് ഇന്നത്തെ സമൂഹത്തിലേക്ക് അവർ ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പല മാർഗങ്ങളിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ കടത്തിവിടുന്ന മയക്കുമരുന്നിന്റെ അതിപ്രസരവും വർഗീയ വിഷ വിത്തുകൾ നമ്മുടെ സമൂഹത്തിൽ വിതയ്ക്കുന്ന പ്രതിഭാസവും ഒക്കെയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഈ മയക്കുമരുന്നിന്റെ വ്യാപനം, വിപണനം, ഉപയോഗം എല്ലാം തന്നെ ഈ വിധ്വംസ ശക്തികളുടെ പ്രേരണ മൂലമാണ്. മയക്കുമരുന്ന് നമ്മൾ ഒരു കാരണവശാലും മയക്കുമരുന്ന് കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവരെ അതിൽ നിരുത്സാഹപ്പെടുത്തണം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തേക്ക് വിദേശ രാജ്യത്തു നിന്നും മയക്കുമരുന്ന് വരുന്നത് പല ശത്രു രാജ്യങ്ങളിൽ നിന്നാണ്. അത് പല കോർട്ടുകളും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വൻതോതിൽ മയക്കുമരുന്ന് പിടിക്കുന്നു.
അത് ചെറുതായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് പല സ്ഥലത്തും ഞങ്ങൾ പോലീസും അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുന്നുണ്ട്. ഈ വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്ന് മാത്രമല്ല, വിദേശ രാജ്യത്തുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന് കാശുണ്ടാക്കുന്നതിനും ധനസമ്പാദനത്തിനും ഈ മയക്കുമരുന്ന് വിപണനം വളരെ വലിയ തോതിൽ ഉപയോഗിക്കുന്നു. പിന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം മാവോയിസ്റ്റുകൾ തുടങ്ങിയ രാജ്യത്തിൻ്റെ നമ്മുടെ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത കുറേ സംഘടനകൾ അവർ നമ്മുടെ രാജ്യത്ത് വളരെയധികം കഞ്ചാവുകൾ ഉൽപ്പാദനം നടത്തുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും അവരുടെ ധനസമ്പാദനത്തിനുള്ള മാർഗവും നമ്മുടെ സമൂഹത്തെ തകർക്കുക എന്ന ലക്ഷ്യവുമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊച്ചുകുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മയക്കുമരുന്ന് എന്നൊരു ആപത്ത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വിദേശ ശക്തികളും മറ്റ് ആഭ്യന്തരമായിട്ടുള്ള വിധ്വംസ ശക്തികളും നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിവിടുന്ന ഒരു പ്രതിഭാസമാണ്. അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കൽ മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരെ കറക്റ്റ് ചെയ്യുക ഒരു മെത്തേഡ്സാണ് നമുക്കറിയാം. സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര നായർ, അതുപോലെ ഹെഡ് മിസ്റ്റസ് ബി ശ്രീകല, നമ്മുടെ സ്കൂളിൻ്റെ PTA അധ്യക്ഷൻ ശ്രീ എ നവാബ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ, മാനസമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി സുനിത ഉൾപ്പെടെയുള്ള അഡീഷണൽ SP സാഹിർ SM മുഖ്യപ്രഭാഷണം നടത്തി. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് വിശിഷ്ട സാന്നിധ്യമരുളി. നിങ്ങളെല്ലാ രീതിയിലുള്ള ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ്, കൊട്ടാരക്കര DYSP K ബൈജുകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ആർ നായർ, HM B ശ്രീകല, കുന്നിക്കോട് SHO KG ഗോപകുമാർ, SA ഗംഗാപ്രസാദ്, ADNO വിജയകുമാർ, മുൻ ADNO രാജീവ് T, PTA പ്രസിഡന്റ് A നവാബ്, നല്ലപാടം കോർഡിനേറ്റർ R പാർവതി എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. SPC CPO R ജയദീഷ് സ്വാഗതവും SPC ACPO അഞ്ജു V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.